അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 48 സങ്കീർത്തനം 14 വാക്യം നമുക്ക് വായിക്കാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 48 സങ്കീർത്തനം കോരഹ് പുത്രന്മാരാണ് എഴുതിയതെന്ന് സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും പരിപാലനവും ശരിയായി അനുഭവിച്ച് വളർന്നു വന്നവരാണ് കോരഹ് പുത്രന്മാർ. തങ്ങളുടെ പിതാവായ കോരഹ് കഠിന പാപം ചെയ്തതുമൂലം ജീവനോടെ ഭൂമി വായ്പിളർന്ന് പിളർപ്പിലേക്ക് പോയി മരിച്ചെങ്കിലും കോരഹിൻ്റെ മക്കൾ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചതിനാൽ തങ്ങളുടെ പിതാവിൻ്റെ പാപത്തിൽ മരിക്കേണ്ടി വന്നില്ല. വേണമെങ്കിൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുവാൻ ഓടുന്ന കോരഹിൻ്റെ മക്കളെ പിന്തുടരുവാൻ കോരഹിന് വേണ്ടി ദൈവം ഭൂമിയുടെ വായ് പിളർത്തിയപ്പോൾ ആ പിളർപ്പിനെ അവൻ്റെ മക്കളെയും പിന്തുടരുമാറാക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ ദൈവം കടാക്ഷിക്കുമെന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ദൈവം ആ കുട്ടികളെ രക്ഷിച്ചതിന് ശേഷം അവർക്ക് പിന്നെ പുറകോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മറ്റൊരു വ്യക്തിയിലേക്കും സഹായത്തിനായി കൈനീട്ടേണ്ടി വന്നിട്ടില്ല. അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം അവരുടെ പൂർവ്വപിതാവായ കോരഹിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു. കാരണം പാപം ചെയ്ത അവരുടെ അപ്പൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. ജീവനോടെ തങ്ങളുടെ അപ്പനായ കോരഹിനെ ഭൂമി വായ് പിളർന്ന് പിളർപ്പിൽ ഇറക്കിവിട്ട് ന്യായം വിധിച്ച യഹോവ തങ്ങളെ പിളർപ്പിൽ നിന്നും വിടുവിച്ച കാര്യം സകലരെയും അറിയിക്കുവാനാണ് അവർ തലമുറയായി കോരഹ് പുത്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിച്ചത് എന്ന് ചിന്തിച്ചാൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കോരഹ് പുത്രന്മാർ പറയുകയാണ്, യഹോവയാ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു എന്ന്. ഈ മക്കൾ യഹോവയാ ദൈവത്തെ നന്നായി അറിയുമായിരുന്നു. ചെയ്യുന്ന തെറ്റുകൾക്ക് ന്യായമായ ശിക്ഷ കൊടുക്കുന്നവനാണ് യഹോവ എന്ന് ഇവർക്കറിയാമായിരുന്നു. എന്ന് തന്നെയല്ല, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് യഹോവ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കരുണ കാണിക്കേണ്ടവരോട് മഹാകരുണ കാണിക്കുന്നവനാണ് യഹോവയായ ദൈവമെന്ന് അവർ തിരിച്ചറിഞ്ഞു. തൻ്റെ ന്യായപ്രമാണത്തോട് കൂറ് പുലർത്തുന്നവരെ സംരക്ഷണ ചെയ്യുന്നവനാണ് യഹോവയായ ദൈവമെന്ന് ഈ കുട്ടികൾക്ക് അറിയാമായിരുന്നു. മരുഭൂമിയിൽ വെച്ച് ഇവർ കാണുക ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീം അടിമത്തത്തിൽ നിന്നും മോചനം കൊടുക്കുവാനായി ദൈവം ചെയ്ത രക്ഷണ്യ പ്രവൃത്തികളും കോരഹിൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ആശ്രയം യഹോവയിൽ വെച്ചു. അവർ ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തിയതുമില്ല. യഹോവയെ തങ്ങളുടെ ദൈവമായി അംഗീകരിക്കുക മാത്രമല്ല, ഈ ദൈവം തങ്ങളെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്കും ഈ കർത്താവിനെ പിൻപറ്റാം. കാരണം നമ്മെയും ജീവപര്യന്തം വഴി നടത്തുവാനും സകല പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും നിന്ന ഉരുട്ടിക്കളഞ്ഞ് നമ്മെ ശ്രേഷ്ഠരാക്കുവാനും ഈ ദൈവം മതിയായവനാണ്. അവൻ്റെ പ്രമാണം അനുസരിക്കണമെന്ന ഒരു വ്യവസ്ഥ മാത്രമേ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ. ഇനി പാപം ചെയ്യരുത് എന്നതാണ് യേശു നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ. നാം പാപം ചെയ്താൽ പിശാചിൻ്റെ മകനായി തീരും. 1 യോഹന്നാൻ 3 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകൻ ആകുന്നു. നാം പാപം ചെയ്താൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്നും നാം പുറത്തു പോകേണ്ടി വരും. ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലായിരിക്കും നാം ചെന്ന് ചേരുന്നത്. ഇനി നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ദൈവം നമ്മെ വഴി നടത്തുന്നത് അവൻ്റെ വചനത്തിൽ കൂടി നല്ല ആലോചന അഥവാ നല്ല ഉപദേശം തന്നുകൊണ്ടാണ്. 119 സങ്കീർത്തനം 105 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പാപത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. രാത്രിയിൽ ശരിയായ വഴി തിരിച്ചറിയുന്നതിനും ഏതെങ്കിലും ഉപദ്രവകാരികളായ ജീവികൾ വഴിയിൽ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ട് നമുക്ക് അപകടം സംഭവിക്കാതെ ഒഴിഞ്ഞു പോകുന്നതിനുമാണ് സാധാരണയായി നാം ടോർച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സാത്താൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും തിരിച്ചറിഞ്ഞ് പാപത്തെയും അതിൻ്റെ യജമാനനായ സാത്താനെയും ഒഴിഞ്ഞ് രക്ഷപ്പെട്ട്
ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ കൂടി നടക്കുവാൻ ദൈവവചനം നമുക്ക് ബോധം തരുന്നു. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനം കാലിന് ദീപമാണ്. ദീപം അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്ന് നമുക്ക് അറിവ് തരുന്നു. ഒരു സ്റ്റെപ്പ് മാത്രം കാണിക്കുന്നതാണ് ദീപം. സൂക്ഷ്മതയോടെ നടക്കുവാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം വചനം അനുസരിച്ചാൽ ഒരിക്കലും ദൈവവഴി വിട്ടുപോകേണ്ടി വരികയില്ല. ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും വചനം അനുസരിച്ച് മാത്രം ചുവടുകൾ വയ്ക്കുവാൻ വചനം നമുക്ക് അറിവ് തരുന്നു. അങ്ങനെ നാം ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. ഓരോ വ്യക്തിയും പ്രായോഗിക ജീവിതത്തിൽ ദിനംതോറും വചനം അനുസരിക്കണം. അങ്ങനെയാണ് ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നത്. ദൈവവചനം നാം എത്ര വായിച്ചാലും നമുക്കത് ഓർത്തിരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ എന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ബുദ്ധിയുപദേശം തരുന്നത്. കാരണം ദൈവാത്മാവിനെ കൂടാതെ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൂടാതെ നമുക്ക് ദൈവവചനം വായിക്കുവാനോ മനസ്സിലാക്കുവാനോ അനുസരിക്കുവാനോ കഴിയുകയില്ല. നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ യേശു പരിശുദ്ധാത്മാവിന് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവനാണ് കാര്യസ്ഥൻ. മറ്റെന്തെല്ലാം നാം സമ്പാദിച്ചാലും ഈ ഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കഠിനാധ്വാനം മുഴുവൻ മറ്റൊരുത്തൻ ഭക്ഷിക്കും. എന്നാൽ നാം ദൈവാത്മാവിനെ പ്രാപിച്ചാൽ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. എങ്ങനെ സംസാരിക്കണമെന്നും എന്ത് സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കണമെന്നും ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കും. നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ദൈവാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നാമും നമ്മെ കേൾക്കുന്നവരും ആശ്വാസം കൊണ്ട് നിറയും. ദൈവാത്മാവ് നമ്മെ നാം നടക്കേണ്ട വഴിയിൽ നടത്തുന്നതും വചനം നമുക്ക് ഓർപ്പിച്ചു തരുന്നതും, ദൈവാത്മാവാണ് നാം നടക്കേണ്ട വഴിയിൽ നടത്തുന്നതും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർപ്പിച്ചു തരുന്നതും. നമ്മൾ ദൈവാത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകം നമുക്ക് ബുദ്ധി ഉപദേശം തരും. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇതിൻ്റെ ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നുണ്ട്. അതല്ല എങ്കിൽ നാം തെറ്റായ ബൈബിൾ പ്രസംഗം കേട്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നിത്യനരകത്തിന് യോഗ്യരായി തീരും. ദൈവാത്മാവാണ് നമ്മെ മരണയോർദാൻ കടത്തി ദൈവസന്നിധിയാകുന്ന ശുഭ തുറമുഖത്ത് എത്തിക്കുന്നത്. ദൈവവചനവും ദൈവാത്മാവും നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുമാറാക്കുകയും ക്രിസ്തുവിനെ പോലെ സ്നേഹവും കരുണയും നിറഞ്ഞവരാക്കി തീർക്കുകയും ചെയ്യുന്നു. ദൈവാത്മാവ് ക്രിസ്തു ക്ഷമിക്കുന്നത് പോലെ നമ്മെ ക്ഷമാശീലരാക്കി തീർക്കുന്നു. സഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവവചനവും ദൈവാത്മാവുമാണ്. വചനം നാം അനുസരിച്ചാൽ മാത്രമേ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തരികയുള്ളൂ. കാരണം വചനം അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന ആത്മാവാണ് ദൈവാത്മാവ്. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നത്. നാം ജീവിക്കുന്ന കാലം മുഴുവൻ പാപത്തിൽ വീഴാതെ വചനവും ദൈവാത്മാവും നമ്മെ വഴി നടത്തുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ഭൗതിക നന്മകളും സൗഖ്യവും ആത്മീക നന്മകളും ഇതേ കർത്താവ് തന്നെ നമുക്ക് നൽകിത്തരും. ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി കാവലിരിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. അതെ, അവൻ നമ്മെ സഹായിക്കുകയും വിടുവിക്കുകയും ജീവപര്യന്തം നേരായ പാതയിൽ കൂടി നടത്തുകയും ചെയ്യും. ആകയാൽ നമുക്ക് അവൻ്റെ വചനം വായിക്കുകയും അനുസരിക്കുകയും യേശുവിൻ്റെ ആത്മാവിനെ കീഴടങ്ങുകയും ചെയ്തുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങേ തിരിച്ചറിയുവാൻ കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.